കൃത്യമായ നടപടിക്രമങ്ങളും കാര്യങ്ങളും. ഒരാൾ പോലും പിണങ്ങില്ല, ഒരാൾ പോലും വളക്കണില്ല, ഒരാൾ പോലും തർക്കിക്കില്ല. ഞങ്ങളൊരു ടീമായി, ഞങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിന്ന് ഇതിനെല്ലാം ഞങ്ങൾ മറുപടി പറയും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അതൊക്കെ പാർട്ടി. ഇന്ന് ഒരു ചാനലിലെ വാർത്ത വന്നു, ഒരു റോജിനെ എടുത്ത് പറഞ്ഞു രാവിലെ, ഇന്ന് ഇവിടെ 70 സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും, ഇവ പ്രഖ്യാപിക്കും. നമ്മൾ അതൊന്നും ചർച്ച ചെയ്തിട്ട് പോലുമില്ലല്ലോ. അപ്പൊ വൈകുന്നേരം അവരെന്ത് ചെയ്യും? നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം കാരണം അത് തീരുമാനമായിരുന്നു. കോൺഗ്രസിലെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ നേതാക്കന്മാർ അവരവരുടെ ആളുകളെ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ തീരുമാനമായില്ല. ഇന്നത്തെ രാത്രി ചർച്ച അതാണ്. ഞാൻ വേറെ പണി ചെയ്തതിന് പകരം ഞാൻ ഗോവിന്ദ മാഷിന്റെ പടം കൊടുപ്പിച്ചു. നമ്മുടെ ആളിനെ കൊണ്ട് ഇദ്ദേഹം മുഖ്യമന്ത്രി ആയാലും എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു. EP ജയരാജന്റെ പടം കൊടുത്ത് എന്താ കുഴപ്പമുണ്ടോ പുള്ളിക്ക്? മുഖ്യമന്ത്രിയായ EP ജയരാജൻ മുഖ്യമന്ത്രിയായ എന്താ കുഴപ്പം? മുഖ്യമന്ത്രിയായല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ MA ബേബിയുടെ പടം. ഇനി നമ്മൾ അങ്ങനെ പണി ചെയ്താൽ അതെല്ലാം കൊടുത്തേക്കും. തോമസ് ഐസക്കിന്റെ പടവും കൊടുത്തേക്കും. അതൊക്കെ പടം കൊടുത്തേക്കുന്ന നേതാക്കന്മാരല്ലേ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ യോഗ്യരായിട്ടുള്ള ആളല്ലേ? അതിനൊക്കെ പണി അതാണ്. ആ പണിയിൽ നിന്ന് നമ്മൾ വീഴരുത്. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് നമ്മളെ ഒന്നും പറയാനില്ല UDF-നെ കുറിച്ച്. നമ്മൾ അഭിമാനത്തോടെ പറയുന്നു, ഇത് വെറും UDF അല്ല, ടീം UDF. അപ്പുറത്ത് ശിഥിലമായി കൊണ്ടിരിക്കുന്ന LDF. നമ്മളെ സഹായിക്കാൻ കുറച്ച് പേരുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പത്രസമ്മേളനമൊക്കെ നടത്തി നമ്മളെ സഹായിക്കുന്ന കുറേ ആളുണ്ട്. അവരൊക്കെ ആ പത്രസമ്മേളനങ്ങൾ തുടരണം എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിറഞ്ഞ ആത്മവിശ്വാസത്തോടു, എങ്ങനെയാണ് ആത്മവിശ്വാസം? നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിനെ അടിത്തറയാക്കി ഒരു ചരിത്ര നിയോഗമാണ് ഈ ടീമിന്, KPCC ടീമിന് ചരിത്ര നിയോഗം. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDF-നെ കേരളത്തിൽ അധികാരത്തിലേക്ക്, കേരളത്തിലെ പ്രവർത്തകരോട്, കേരളത്തിലെ ജനങ്ങളോടുള്ള നീതി പുലർത്തും എന്നുറപ്പ് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ക്യാമ്പ് ഗംഭീരമായി സംഘടിപ്പിച്ച എല്ലാ സംഘാടകരോടും സഹായിച്ച എല്ലാവരോടും ഞാൻ പ്രത്യേകമായി നന്ദി പറയും. ക്യാമ്പ് ഡെലിഗേറ്റ്സ് സീറ്റിൽ തന്നെ ഉണ്ടാവണേ, വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. ക്യാമ്പ് ഡെലിഗേറ്റ്സ് എല്ലാവരും സീറ്റിൽ തന്നെ ഉണ്ടാവണം. ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകർ, അല്പസമയം കൂടെ ക്യാമ്പിന്റെ സമാപനത്തിലെ ചില ചടങ്ങുകൾക്ക് മാധ്യമ പ്രവർത്തകർ ദയവായി ലക്ഷ്യ 2026 ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു VD സതീശൻ. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉറപ്പായും 85 സീറ്റ് എന്നതാണ് ക്യാമ്പിൽ പറയുന്നതെങ്കിൽ VD സതീശൻ താൻ നേരത്തെ പറഞ്ഞ 100 സീറ്റിന്റെ ആത്മവിശ്വാസം തന്നെയാണ് പറയുന്നത്. 100 സീറ്റിലധികം സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ UDF നടത്തുന്നത്. ഇത് UDF-നിടയിൽ വലിയ തർക്കമുണ്ട് എന്ന തരത്തിലൊക്കെ പ്രചാരണം ഉണ്ടാക്കുന്ന ആളുകളോട് ടീം UDF അത് നേടും എന്ന് ആത്മവിശ്വാസത്തോടെ പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. എന്തായാലും കേരളം പിടിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ് മുന്നണികൾ. അതിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. ആ തിരിച്ചുവരവ് കോൺഗ്രസ് സ്വപ്നം കാണുകയാണ്. NDA ആകട്ടെ കരുത്തരെ ഇറക്കി കളം പിടിക്കാനുള്ള ഒരുക്കം നടത്തുന്നു. LDF 3ാം ഭരണം ലക്ഷ്യമിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാനുള്ള ശ്രമം നടത്തുകയാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യ ക്യാമ്പിൽ നിന്നുള്ള സമഗ്ര ചിത്രവും നമുക്ക് ഈ മണിക്കൂറിൽ പരിശോധിക്കാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ.